ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ എല്ലാവരും സുഖമല്ലേ, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇന്നലെ റൂമിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലം കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. നമ്മുടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് ബാംഗ്ലൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തുമ്പിക്ക് കുറച്ച് പണിയുണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് സെറ്റാക്കണം. ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് ബ്രേക്ക് പാഡ് ഏകദേശം തീരാറായിട്ടുണ്ടെന്നല്ല, തേഞ്ഞങ്ങ് തീർന്നങ്ങ് അറ്റം പറ്റിയായിരുന്നു, കാണുന്നുണ്ടോ? അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ ഒന്ന് മാറണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ജനറൽ ചെക്കപ്പ്, ഓയിലൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. ഇതാട്ടോ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓഫ് റോഡ് വണ്ടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഹിമാലയനാട്ടോ. വണ്ടിയുടെ ലുക്ക് കണ്ടോ, പൊളിയല്ലേ? റാലി കിറ്റൊക്കെ കയറ്റി സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി പൊളിയാട്ടോ. ഫുള്ളി ചേഞ്ച്ഡ് സസ്പെൻഷനും ടയറും ഒക്കെ ആയിട്ട് വണ്ടി അത്യാവശ്യം പൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് അവരിവിടെ. ഇത് എക്സോസ്റ്റൊക്കെ കണ്ടോ, പൊളിയല്ലേ? അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ടോ, ബുള്ളറ്റൊക്കെ റാലി കിറ്റൊക്കെ കയറ്റി അത്യാവശ്യം പൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഗൈസ്, ഇത് കണ്ടോ, ഇവർക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് അറിയാത്ത ആരും ഉണ്ടെന്ന്. ബാംഗ്ലൂരിലല്ല, അത്യാവശ്യം ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മുടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ മൊത്തം ട്രോഫീസാണ്. വണ്ടികളെക്കാളും കൂടുതൽ ട്രോഫീസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, നമ്മുടെ സുഹൈബ് ഭായിയുടെ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പുളിയാട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ ഹിമാലയൻ്റെ ഹാൻഡിൽ ബാറൊക്കെ പുതിയത് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ നിന്ന് തന്നെ കേട്ടോ ഓർഡർ ചെയ്ത് നമ്മുടെ ഹാൻഡിൽ ബാർ വരുത്തിയിട്ടുണ്ടായിരുന്ന. ഹിമാലയൻ്റെ ഹാൻഡിൽ ബാർ മാത്രമല്ല, നമ്മുടെ വണ്ടിയിലിരിക്കുന്ന മിക്ക ആക്സസറീസും ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നതാണ്. കണ്ടോ, കാണുന്നുണ്ടോ? അതെ, നമ്മൾ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിലോട്ട് വരുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ്, ഇവിടെ നമ്മുടെ തുമ്പിയുടെ പണിയൊക്കെ അത്യാവശ്യം നല്ല കാര്യമായിട്ടാണ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഹിമാലയൻ്റെ എൻജിന് പൊളിച്ച് വെച്ചേക്കുന്ന കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ആണ് നമ്മുടെ ഹിമാലയൻ്റെ എൻജിൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ഏകദേശം പുള്ളിക്കാരൻ ഒതുക്കിയതിന് ശേഷം പുള്ളി ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി എടുത്തുകൊണ്ട് പോകാട്ടോ. പുള്ളി നമ്മൾ വണ്ടി ഓടിക്കുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. പുള്ളി ശരിക്കും 2 വീലുകൾ കൊണ്ട് പറക്കുവാണ്. അത് നിങ്ങൾ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും അതിൻ്റെ കാര്യങ്ങളും ബാക്കി ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ശരിക്കും പറക്കുവാണ്. റോഡേ കൂടെ പുള്ളി പറന്നാണ് പോകുന്നത്. വണ്ടിയുടെ പണിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് അവിടെ. അതായത് വണ്ടിയിലൊരു എന്തെങ്കിലും പുള്ളിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം വണ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നെട്ടും ബോൾട്ടും എന്തെങ്കിലും ലൂസ് ഉണ്ടല്ലോ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. ഒന്നും തന്നെ പറയാനില്ല കേട്ടോ പണിയുടെ കാര്യത്തിൽ. സൂപ്പറാണ്. പിന്നെയും പുള്ളി പോവാട്ടോ വേറൊരു ഹിമാലയനുമായിട്ട് ഇത് പറക്കാനായിട്ട്.
മണിയാ പറഞ്ഞത്. കളിയോ Bye. Check na this M1 and M2. Okay. ഒരു നിമിഷം എൻ്റെ ഹാർട്ട് അങ്ങ് നിന്ന് കേട്ടോ. ഇത് കണ്ടോ, ഈ ഹമ്പ് പുള്ളി ഏറിൽ നിന്നാ പോയെ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.